ചന്ദ്ര വാ. ഇറങ്ങ് നിർത്തിയ ഉറപ്പിച്ച ഇറങ്ങണേ. ഒന്ന് ഡ്രസ് മാറാൻ മുതുക്ക് വന്നപ്പോഴേ മുതുക്ക് വണ്ടി ചന്ദ്രനോ? ചന്ദ്ര ഒന്ന് ടീഷർട്ട് ഇട്ടിട്ട് വരുമോ? സൈസ് ഉണ്ട്. ഞാൻ കാരണം മിസ്റ്റർ എക്സിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നിന്നെ ഗോൾ ലീഡർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തായിരുന്നു. ഓ അണ്ണാ പറഞ്ഞല്ലേ. പറഞ്ഞു. മനസ്സിലൊരു വിഷമമുണ്ട് കേട്ടാ, ഒരു വിഷമമുണ്ട്. ഇവൻ ഉണ്ടല്ലോ, ഇവൻ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്തൊക്കെ വള്ളികൾ എടുത്തു വെക്കുന്നറിയോ? മിസ്റ്റർ എക്സ് ആയിട്ട്, അഡ്മിൻസ് ആയിട്ട്, ആരൊക്കെയോ ആയിട്ടാണ് വള്ളികൾ ഉണ്ടാക്കുന്നത്. നീല ഐഡിയൽ ഫോർ സെയിൽ ഉണ്ടോ? എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ, ഈ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല ബ്രോ. നമ്മൾ എന്ത് ഓഫർ ചെയ്താലും പോകമുള്ളവന്മാര് പോവും. മീൻസ് എന്ന് വെച്ചാൽ നമ്മളിനി എന്തൊക്കെ ഓഫർ ചെയ്തെന്ന് പറഞ്ഞാലും പോകാൻ ഇപ്പൊ താല്പര്യം ഇല്ലാത്തവന്മാർ ഒരിക്കലും പോത്തില്ല. അവരവരുടെ കംഫർട്ട് സോണിലേ നിൽക്കുള്ളൂ. ഞാനിപ്പോ എക്സാമ്പിൾ പറയല്ലോ, ഇപ്പൊ ആരെന്ത് ഓഫർ ചെയ്ത ആൾക്കാരെ വിളിച്ചാലും അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ഇഷ്ടമാ. അതിലൊരു ബാഡ് ഇല്ല ശരിക്കും. ബാക്കപ്പ് ഉള്ളവര് പൈസ കൊടുത്ത് വിളിക്കണമെങ്കിൽ വിളിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല. അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടിവിയില് തന്നെ വന്ന ആൾക്കാരെല്ലാം നിങ്ങളെല്ലാരും വിചാരിച്ചിരിക്കുന്ന കമ്മിറ്റ്മെന്റ് സ്നേഹത്തിന്റെ പുറത്ത് മാത്രം വന്നവര് മാത്രമാണ് ടിവിയിലുള്ളതെന്നാണ് നിങ്ങൾ. അങ്ങനെയല്ല. കരിയറും ഇതെല്ലാം ഫോക്കസ് ചെയ്ത് ടിവിയിൽ വന്ന ഒരുപാട് പേര് ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട് കരിയറും ഇതൊക്കെ നോക്കി വന്ന. പക്ഷെ വിഷമം നമുക്ക് എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളോട് വേറൊരു റീസൺ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് വേറെ ഇതിനു വേണ്ടി പോണ ആൾക്കാരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഓരോന്ന് ഓഫർ ചെയ്തിട്ട് വിളിക്കുന്നതിന് തെറ്റുള്ളതായിട്ട് അല്ലെങ്കിൽ അതൊക്കെ നോക്കി പോണ ആൾക്കാരെ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എടാ ഹലോ ഹലോ മിസ്റ്റർ എക്സിനെ ഞാൻ വിളിക്കുവാണേ. അതിനു മുമ്പ് നീ സിറ്റുവേഷൻ ഒന്നൊന്ന് പറയണം എന്റെ അടുത്ത്. നമുക്ക് ഒതുക്കി ഇവിടെ നിർത്താം. നീലം പോയോന്നോ? അതായത് ഇന്നലെ ഞാൻ ഇത് ചെയ്യാൻ പോയി, മറ്റേ ഓപ്ഷൻ വിളിക്കാൻ പോയി നമ്മുടെ എസ് പമ്പിന്റെ. വീണ്ടും വിളിച്ചെടുത്തോ? അത് ഓ അല്ലാണ എത്ര രൂപയ്ക്ക്? 630 കോടി. എടാ 350 കോടിക്ക് മോളി അതിൽ നിന്ന് 5 പൈസ കിട്ടത്തില്ലെന്ന് നിനക്കറിയാലോ. എന്തിനാടാ 650 കോടിക്ക് അത് മേടിച്ചേ? 630 കോടി ലാഭമാണ്, ആരും. കാരണം ഇപ്പൊ പെട്രോളിനെ വില കൂട്ടുക. അത് സർപ്രൈസ് ആയിരുന്നു. ഇനി ഇപ്പഴത് റിവീൽ ചെയ്ത്. എന്ത് സർപ്രൈസ് ആയിരുന്നു? അതായത് ഇപ്പൊ 630 കോടിക്ക് വിളിച്ചില്ലേ, എങ്ങനെ പോയാലും പെട്രോളിനൊക്കെ വില കൂട്ടുമ്പോഴത്തേക്ക് ഒരു 1000-1500 കോടിക്കൊക്കെ മുകളിലൊക്കെ കിട്ടുമെന്ന പറഞ്ഞു. പെട്രോൾ വില കൂടുന്ന ആര് പറഞ്ഞു? പറഞ്ഞു, ഓൾറെഡി വന്നു ഇട്ടായിരുന്നു. ആണല്ലേ? 100 റൂൾസില്. അപ്പൊ പുതിയതില് 1000 കോടി കിട്ടുമെന്ന് ഉറപ്പുണ്ട്? ഉറപ്പ് 100%. കാര്യത്തിലേക്ക് വാ. അപ്പൊ ഞാൻ ഇന്നത് വിളിക്കാൻ വായിക്കാൻ പോയ സമയത്ത് ഞാനും അലീനയും മുച്ചിരിയും കൂടിയാണ് പോയത്. മുച്ചിരി എന്റെ ഇതാണ്, ബോഡി ഗാർഡാണ്. അപ്പൊ മുച്ചിരി ഉണ്ടായിരുന്നു, ഞാൻ അലീന. അപ്പൊ എനിക്ക് ആണെങ്കിൽ ഐ ഡി കാർഡ് കിട്ടി. അലീനയാണെങ്കിൽ കുറെ നേരം സ്റ്റേഷനിൽ പോയിട്ട് ഐ ഡി കാർഡ് എന്തോ കൊടുത്തില്ല. ഞാൻ ഇന്നലെ പോയപ്പോ തന്നെ ഏതൊരു ഓഫീസർ വന്ന, എനിക്കത് അല്ല എങ്ങനെ അറിഞ്ഞൂടാ. എനിക്ക് കിട്ടി സമയത്തിന് പോയപ്പോ. പക്ഷെ അല്ല കുറെ വെയിറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ല. മുച്ചിരി എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മള് ഓപ്ഷൻ ടൈമിൽ പോയപ്പോ അവിടെ പീഡി ആണല്ലോ നിൽക്കുന്നത്. അന്നേരം പീഡി പറഞ്ഞ് കേറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആരെ? ഐ ഡി കാർഡ് ഇല്ലാണ്ട് അവരെ രണ്ടുപേരും കേറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഒരു സാറിനെ വിളിച്ചോണ്ടിട്ട് ഞാൻ നൈസായിട്ട് ചോദിച്ചു, സാറേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ഒരു നമുക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട് എല്ലാവർക്കും കൂടി ഒരു, അല്ലെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് വന്ന് പുഴുങ്ങും സാറേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാശൊക്കെ തരാന്നൊക്കെ പറഞ്ഞു. ഒരു സാറ് പറയണ കാശ് തരാന്നൊക്കെ പറഞ്ഞു. കൈക്കൂലി ഓഫർ ചെയ്ത് നൈസായിട്ട്. അപ്പൊ
പുള്ളി സാറേ ഇത്ര സമയത്ത് ഇത്ര സമയം വരെ ഒന്ന് അറിഞ്ഞൂടെ ഇത് ഐഡിയ എടുക്കേണ്ട സമയം ആ സമയത്ത് ഒന്ന് എടുക്കണമായിരുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണേ, സ്റ്റോറി ഒന്ന് പോസ്റ്റ് ചെയ്യണേ. ഈ ID കാർഡ് എടുക്കുന്നത് എങ്ങനെയാണ് ഇവിടെ? പിടി പോയിട്ട് എടുക്കണോ അല്ലേ? ആ അവര് നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്ത് 5 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷം രൂപ എടുത്ത് ഐഡി കാർഡ് എടുക്കണം. എടാ മിസ്റ്റർ എക്സ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അതിന് പൊക്കോണ്ടിരിക്കും. ഇപ്പൊ പറ. എന്റെ ഐഡി കാർഡ് കാണിച്ചു തരാം. ചന്ദ്രബോസ് ചന്ദ്രബോസ് ഓറഞ്ച് ബഗ്ഗായിട്ട് ഞാൻ ബഗ്ഗായി സാമാൻ എനിക്കും പോകുന്നില്ല. ഞാൻ അറിയേണ്ട ആറഞ്ച് 6 ഇഞ്ചാ 6 അടി. എനിക്കും ആറഞ്ച് ഞാൻ അങ്ങനെ നല്ലതാ പറഞ്ഞത്. എന്തിന്റെ ഐറ്റം അപ്പൊ അതില് മെൻഷൻ ചെയ്തിരിക്കണേ? മനസ്സിലായില്ലേ? എന്നെ കണ്ടോ? ഇതൊന്നും അത് നിന്റെയാണ് ഇത് മാറാതെ എന്റെ സ്ക്രീൻ എന്റെ കണ്ണിൽ നിന്ന് പോയി വില്ല് പോലെ കാണിച്ചേ. കാണിച്ചത് ശരമോളത്തെ ഫോട്ടോ എടുത്തു വന്നില്ലേ? ഇല്ലില്ല തമിഴ്നാട് പ്രേതം, തമിഴ്നാട് ഡെഡ് ബോഡി. എടാ നിന്റെ തലേ പൂവില്ലല്ലോ. ഇത് തമിഴ്നാട്ടിലെ ചാവോ? ലക്ഷ്യം നിന്റെ കാണിച്ചു തന്നെ എന്റെ കണ്ടില്ല. എന്റെ കണ്ടില്ല. പറ എന്നിട്ട് മരിച്ചു കഴിഞ്ഞ ആള്. പറ എന്നിട്ട് സിറ്റുവേഷൻ എന്തായി? അണ്ണാ അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അത് ഒരു എന്താ പറയാ ഒരു ബാഡ് സാധനം നമുക്ക് ഓൾറെഡി അത് അണ്ണൻ നമുക്ക് ആർക്കായാലും വരുവാണ് അത്. കാരണം നമ്മള് ഓപ്ഷന് പോകുമ്പോഴത്തേക്കും അവിടെ പോയി മറ്റേ മിണ്ടാതിരുന്ന് ഓപ്ഷൻ വിളിച്ചിട്ട് വരിക എന്നുള്ളതല്ലോ. ചെറുതായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഇതിനെ വേണ്ടിയിട്ടാണ് രണ്ടുപേരെ കൊണ്ടുപോകണം നമ്മള്. നമുക്കന്ന് ഇപ്പൊ മനസ്സിലായില്ല അത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു സാറേ എന്തോ ഈ ഓപ്ഷന് പോവാൻ ഇത്ര ഒരാളെ വരാൻ പാടുള്ളൂ റൂൾ ഉണ്ടായിരുന്നു? ഇല്ല അണ്ണാ 3 പേരെ കൊണ്ടുപോകാം. പക്ഷെ 3 പേർക്ക് ID കാർഡ് വേണമെന്ന് അല്ല. ഐ മീൻ എനിക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അവർക്ക് 2 പേർക്ക് ID കാർഡ് വേണം. അവരെ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് കയറാം. ഞാൻ ഒറ്റയ്ക്ക് അതിന്റെ അകത്ത് കയറിന്നിട്ട് എന്ത് ചെയ്യാൻ? അതിനെക്കാട്ടിൽ എനിക്ക് പുറത്ത് റെഡി ഇരുന്നാ പോരെ? അല്ല അണ്ണൻ ആലോചിച്ച് നോക്ക്. എനിക്ക് റേഡിയോ കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് അതിനെക്കാട്ടിലും വല്ല പറമ്പിലോ പാലത്തിന്റെ അടിയിലോ എവിടെയും പോയി ഇരുന്നാ പോരെ? ഞാൻ ഈ റേഡിയോയിൽ കണക്ട് ചെയ്യും. എന്തിനാണ് ഒറ്റയ്ക്കാണെങ്കിൽ? അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കത് ബാഡായി. ആ ഓഫീസർ അത്ര നല്ല രീതിയിലല്ല ഡീൽ ചെയ്തത്. മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് പോവാൻ വേണ്ടിട്ട് വണ്ടി എടുത്ത് ആ പാലം ഇല്ലേ അവിടെ അങ്ങോട്ട് പോയ സമയത്ത് അവിടെ ഒരു പീടി വണ്ടി ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് പോവായിരുന്നു. ആ പോയ വണ്ടി അതേപോലെ റിവേഴ്സ് എടുത്ത് വന്നാ എന്റെ ടൈറ്റൻ ഫ്രണ്ട് ബമ്പറും ഇടിച്ച് ചാളക്കി അങ്ങ് കേറ്റി അങ്ങ്. അത് അറിഞ്ഞോണ്ട് ചെയ്താണോ അവൻ അറിയാതെ ചെയ്താണോ? അവൻ എങ്ങനെ ചെയ്താലും എനിക്കത് പൊളിഞ്ഞണ്ണ. കാരണം പൊളിയുമല്ലോ അണ്ണ. ഓൾറെഡി പൊളിച്ചിലുണ്ടല്ലോ നമ്മുടെ ഉള്ളില്. അതിലാണോ ഇടിച്ച് കയറ്റിയത് ശരിക്കും? അത് നീ അവനോട് ചോദിച്ചില്ല, സംസാരിച്ചില്ല? അപ്പൊ തന്നെ സംസാരിച്ചു. കഴിവറ എന്താ കാണിച്ചത് സ്പോട്ടില്. അപ്പൊ പറഞ്ഞ് സാറേ ഇപ്പൊ കോംപ്രമൈസ് ചെയ്ത ഓഫീസർ ഉണ്ടായിരുന്നു. അന്നേരം ആ വണ്ടി ഇല്ലേ, എന്നെ ഇടിച്ച വണ്ടി ഇല്ലേ, അവരെന്തോ ഒരു സിറ്റുവേഷന് പോവായിരുന്നു. അന്നേരം ലേഡി ഓഫീസർ പറഞ്ഞ് ഞങ്ങൾ ഇത് ഡീൽ ചെയ്യാം, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ് ആ വണ്ടി പറഞ്ഞു വിട്ടു. അതിനുശേഷം ആ ലേഡി ഓഫീസർ അവിടെ നിന്നിട്ട് താളം പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് എന്നെ വണ്ടി ശരിയാക്കി തരണമെന്ന്. ആണ് ഒരു വണ്ടി ശരിയാക്കി എത്ര രൂപ ആണെന്ന് തന്നെ പറയാം. റിപ്പയറിൽ നമുക്ക് എത്ര 10,000 50,000 രൂപ. ആ എനിക്ക് അപ്പൊ തന്നെ റിപ്പയറിന്റെ കാശ് തന്നു. അതങ്ങ് തീർക്കായിരുന്നു. അവര് പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് വന്ന് പരാതി തരണം, പരാതി തന്നിട്ട് നീ എന്താ വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് നിങ്ങൾ ഭയങ്കര റൂൾസ് പാലിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ അകത്ത് മറ്റേ ID കാർഡിന്റെ ഇതൊക്കെ കാണിച്ചിട്ടല്ലേ നിങ്ങൾ ഏറ്റത്തുള്ളൂ. എനിക്ക് എന്റേതായിട്ടുള്ള തിരക്കുണ്ട്, ഞാൻ ബിസിനസ് മാൻ ആണ്. അപ്പൊ എനിക്ക് ഇപ്പൊ കാശ് വേണം, എനിക്ക് പോണോന്ന് പറഞ്ഞു. നിങ്ങളാണ് വണ്ടി കൊണ്ട് ഇടിച്ചത്. നീ അപ്പൊ എത്ര രൂപ ചോദിച്ചു? അല്ല ഞാൻ കാശ് പറഞ്ഞില്ല അണ്ണാ, കാശ് അപ്പോഴൊന്നും പറഞ്ഞില്ല. അപ്പൊ അവർക്ക് എത്ര രൂപ തരാം മീൻസ് അവരിപ്പം 50,000 ഓക്കെയാണ്. അപ്പൊ അവര് പറഞ്ഞ് ഇല്ല അങ്ങനെയാണ് കുറെ മുണ്ടിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ച് കുറച്ച് വൾക്കറാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ ഓഫീസർ എന്ന് പറഞ്ഞ് ഹയർ ഓഫീസർ പറഞ്ഞ് കാശൊന്നും തരണ്ട, എന്തേലും ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. സ്റ്റേഷനിൽ കൊണ്ട് അത് എവിടത്തെ ന്യായം? അപ്പൊ
അത് കഴിഞ്ഞിട്ട് വീണ്ടും വൾഗറാൻ തുടങ്ങി. കാരണം ഒബ്വിയസ്ലി നമുക്ക് വീണ്ടും പൊളിയല്ലോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ വീണ്ടും കൂടെ സംസാരിച്ച അലമ്പായി. അന്നേരം ഒരു ഓഫീസർ വന്നിട്ട് പറഞ്ഞ് എത്ര രൂപ വേണമെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇത്രയും നേരം ഒന്നല്ല സാറേ, എന്റെ വണ്ടി മോഡിഫൈഡ് ആണ്, എനിക്ക് അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്കൊരു 1 CR ആവും ഇതെല്ലാം പണിഞ്ഞിറക്കാനെന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞ് ഇല്ല ഇത് ക്യാഷായിട്ട് തന്നെ സാർ പോ എന്ന് പറഞ്ഞു. അന്നേരം ഒരു കൂടി ചോദിച്ചാ. അന്നേരം സംസാരത്തിന്റെ ഇടയ്ക്ക് മിസ്റ്റർ എക്സ് വന്നിട്ട് പറഞ്ഞ് ഇതിന്റെ ഇടയ്ക്കാണ് മിസ്റ്റർ എക്സ്, അതിന്റെ ഇടയ്ക്ക് മിസ്റ്റർ എക്സ് 2-3 നേരം ഫ്രണ്ട് നിൽക്കുമല്ലോ, നമ്മൾ പോയപ്പോ അന്ന് കണ്ടതല്ലേ മറ്റേ പച്ച ഡ്രസ്സൊക്കെ ഇട്ട്. അവര് വന്നിട്ട് പറഞ്ഞ് ഇത് ഓപ്ഷൻ നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ അതാണ് പറയാൻ പോണേ. അതായത് മിസ്റ്റർ എക്സിന്റെ അടുത്ത് എന്താ പറഞ്ഞ സാറേ, ഞാൻ അകത്ത് കയറിയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, അതായത് സ്റ്റേജിൽ നല്ല പ്രശ്നം ഉണ്ടാക്കണേ, പുറത്തല്ലേ. അവര് 4 ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, അതിന്റെ ഇപ്പുറത്താണെന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറിയല്ലോ മറിച്ച്. അപ്പൊ അവര് പറഞ്ഞ് അല്ല ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് മിസ്റ്റർ എക്സ് ഞാൻ നിങ്ങളുടെ കാര്യത്തിലൊന്നും ഞാൻ നിങ്ങളുടെ ഇതില് ഇടപെട്ടിട്ടില്ല, ഇത് പീഡിയായിട്ടുള്ള കാര്യമാണ്, അത് പീഡിയായിട്ട് ഡീൽ ചെയ്തോളാം പറഞ്ഞു. ഇതാണ് ഞാൻ മിസ്റ്റർ എക്സിന്റെ അടുത്ത് ഞാൻ റോങ് ആയിട്ട് സംസാരിച്ചത്. സെലക്ഷന്റെ ഇത്ര പറഞ്ഞോളൂ. ഞാൻ ഇത് ഞങ്ങളുടെ പീരിയഡ് ഉള്ള സിറ്റുവേഷൻ ആണ്, അത് ഞങ്ങൾ പീരിയഡ് സംസാരിച്ചോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭയങ്കര മുട സംസാരം പറ്റില്ല, കേസ് കൊടുക്കാൻ എനിക്ക് എന്റെ സമയം ഉണ്ടെന്ന് പറഞ്ഞു. കുറെ ആരംഭമായപ്പോഴത്തേ എനിക്ക് കുണം വന്നു. ഞാൻ കയ്യിൽ നിന്ന് എയർ എടുത്ത് അവിടെ കിടന്ന വണ്ടിയുടെ ടയർ അടിച്ച് പൊട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ കാശ് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ വണ്ടി എടുത്തിട്ട് വന്നു. അവന്മാരൊന്നും വെടിവെച്ചില്ലല്ലോ നീ? ഇല്ല ആരെയും വെടിച്ചില്ല, വണ്ടിയുടെ ടയർ അടിച്ച് പൊട്ടിച്ച്. അത് എനിക്ക് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, എന്താ വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അന്നേരം സാറ് പറഞ്ഞു നിന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു. സത്യമായിട്ടുള്ള കാര്യമാണ്, ട്രൂ പരമാർത്ഥമായി. പക്ഷെ വേറെ കാര്യം ഞാൻ പറയട്ടെ ചന്ദ്ര, ഇവിടത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അളിയ മിസ്റ്റർ എക്സിനെ നമുക്ക് തല്ലാൻ പറ്റുമായിരുന്നു, തല്ലായിരുന്നു. പക്ഷെ ഇത് അതല്ലല്ലോ പ്രശ്നം. മിസ്റ്റർ എക്സിന്റെ അവർക്കൊരു അൾട്ടിമേറ്റ് പവർ ഉള്ളത് നമ്മുടെ ഗ്യാങ് അസറ്റ്സ് മൊത്തം എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ അവന്മാർക്ക് നമ്മുടെ അടുത്ത് നമ്മൾ കലിപ്പിച്ചിട്ട് ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല, നമുക്ക് ദോഷമൊന്നുമല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. മിസ്റ്റർ എക്സിൻ്റെ അടുത്ത് നമുക്ക് വേറെ ഒന്നും ഇതിൽ കൂടുതൽ പറയാനില്ല. സോ മിസ്റ്റർ എക്സ് ആണ് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഗ്യാങ് വണ്ടിയും ഗ്യാങ് ഡ്രസ്സും ഗ്യാങ് ഹൗസും ബാക്കി സാധനങ്ങളും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവന്മാരുടെ അടുത്ത് കലിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവര് മീറ്റിങ്ങിന് ഇപ്പൊ വിളിക്കുമ്പോൾ നമുക്ക് പോയേ പറ്റുള്ളൂ. പീടിക്കുള്ളത് വേണേ അവന്മാരെ പറക്കിട്ട് ഓടിക്കാം. പീടിയിലോ? അല്ല മിസ്റ്റർ എക്സ് ഉണ്ടല്ലോ, മിസ്റ്റർ എക്സിന് മിസ്റ്റർ എക്സ് അവിടെ സൈഡിൽ പുള്ളി ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞോക്ക് കാര്യം പറഞ്ഞോക്ക്. മിസ്റ്റർ എക്സ് നമ്മള് ചന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ നമ്മള് സംസാരിച്ച് അങ്ങോട്ടൊന്ന് വന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു. എവിടെ വന്ന് കാണാൻ പറ്റും? ഇപ്പൊ കറന്റ്ലി നമുക്ക് ഇന്നൊരു ഷോപ്പ് ഓപ്ഷൻ നടക്കണം, അപ്പൊ അത് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട വരും. എത്ര മണി ഷോപ്പ് ഓപ്ഷൻ നടക്കും? ഷോപ്പ് ഓപ്ഷൻ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, നമ്മുടെ ഹെഡ് അവൈലബിൾ ആണ്, ഞാൻ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരാം, ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ തിരിച്ചു വിളിക്കാം. പീഡിക്കാത്ത ആർക്കാണ് പ്രശ്നം എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. ഞാന് 20 പേരുടെ മീറ്റിംഗ് വെക്കും ബ്രോ. നമ്മുടെ കുറച്ച് പേര് കാണാൻ വന്ന അവര് തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. എല്ലാരും വേണമെന്നൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. പറയടാ. വിളിക്കണം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 തള്ളയോ. ഹലോ റംബോച്ചി പറ. ഇല്ല ഇൻവെസ്റ്റ്മെന്റ് റംബോച്ചി ഇപ്പൊ വിളിക്കാം. സിറ്റുവേഷനാ വെടിച്ചോണ്ടിരിക്കണം, ഞാൻ ഒരു കഴിഞ്ഞ് വെടിച്ചോണ്ടിരിക്കണം. പോയിന്റ് ചെക്ക് ചെയ്ത് 48 പോയിന്റ് ആയിട്ടുള്ളൂ നമുക്ക്. ചന്ദ്ര പറ. അന്ന് നമ്മളെ അതായത് ഗ്യാങ് അസറ്റ്സ് എന്ന് പറയാ. കാരണം നമ്മളെ ഗ്യാങ് അസറ്റ്സ് മിസ്റ്റർ എക്സ് എടുത്താണ്ടല്ലോ അന്നാ ഗണ്ണിന് നമ്മള് വേറെ ഗ്യാങ്ങിന് കാശ് കൊടുത്ത് അവരോട് കൺസൈൻമെന്റ് അടിപ്പിച്ചിട്ട് ആ ഗണ്ണ് നമ്മൾ എടുക്കും. പിന്നെ അണ്ണാ ഇതിൽ പറയുന്നത് അണ്ണാ കാറിന് നമ്മള് കാശ് മുടക്കി കസ്റ്റമർ ഇറക്കി അതിൽ കളിക്കും. വീടാണ് നമുക്കില്ലാത്ത ആരെണ്ണ നമ്മൾ കുറച്ച് സ്ഥലം KV ഗ്യാങ് ഹൗസിൽ കിടക്കും.
എന്നിട്ട് പരിപാടി കഴിഞ്ഞ് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ അഭിമാനത്തിന്റെ മുകളിൽ ആരെങ്കിലും കാലെടുത്ത് വെച്ചാ ഉണ്ടല്ലോ അണ്ണാ, ആ കാലിനങ്ങ് വെട്ടണം നമ്മള്. അതെ, ഇപ്പൊ ടിവിയുടെ അഭിമാനത്തിന് മോളിൽ കാലെടുത്ത് വെച്ചത് നീയാണ്. നിന്റെ കാലം ഞാൻ വെട്ടട്ടെ? എന്നാ വെട്ടണ. എങ്ങനെയാടാ നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണേ ചന്ദ്ര? ഞാൻ വിളിക്കുന്നു മിസ്റ്റർ എക്സ്. ഹലോ ഹലോ മിസ്റ്റർ വാസു, പറഞ്ഞു മിസ്റ്റർ എക്സ്. ചന്ദ്രനും മിസ്റ്റർ വാസുവും കൂടെ നമ്മുടെ ഓഫീസിലോട്ട് വന്നോ. 9393 ആവശ്യമില്ലാത്ത ഓഫീസിലോട്ട് വന്നോ. വരുമ്പം ജസ്റ്റ് ഫാമിലി ഡ്രസ് കാരണം ഐഡന്റിറ്റിക്ക് വേണ്ടി ഐഡി കാർഡ് എടുത്തിട്ടുണ്ടോ? സാറേ, എന്റെ ഐ ഡി കാർഡിനകത്തുനിന്ന് ഫോട്ടോ ഇളകിപ്പോയി. അപ്പൊ അത് തിരിച്ചു ഒട്ടിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ കൊടുത്തേക്കുക. അവരാണെങ്കിൽ ഈ പീഡിയായിട്ട് നമ്മൾ പ്രശ്നത്തിലായോണ്ട് ഇത് തീർത്തിട്ട് അന്നേരം ഒട്ടിച്ചു തരാന്ന് പറഞ്ഞു എന്നോട്. നോ ഇഷ്യൂസ്. അപ്പം ഫാമിലി ഡ്രസ്സിൽ വന്നാൽ മതി. ഫാമിലി ഡ്രസ്. ഓക്കെ മിസ്റ്റർ. ഇതൊക്കെ ഈസി ടാസ്കുകളല്ലേ? എടാ, അയ്യോ സ്ഥലം മറന്നു പോയി കേട്ടോ. ഞാൻ സ്ഥലം പറഞ്ഞ എണ്ണ അയക്കല്ല എന്ന വെച്ചല്ല, സ്ഥലം മറന്നുപോയി. സ്ഥലം പറഞ്ഞല്ലേ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞായിരുന്നു. 9393 ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ പറഞ്ഞ, കാരണം നമ്മുടെ ഹെഡ് KK സാറാണ് വെയിറ്റിംഗ്. എന്താണ് ഈ കോൾ ഒരു ബോർഡാണ്? എടാ നമ്മള് രണ്ടുപേര് മാത്രം ചെന്നാ മതി. നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് വരും. ഇനി അവന്മാർ അടുത്ത പൊളിച്ചിൽ അതായിരിക്കും പറയണം. 9393 വന്നടാ. അപ്പൊ തിരിച്ചെണ്ണ ഒറ്റയ്ക്കാണ് പറഞ്ഞത്. നമ്മളെ കയ്യില് വണ്ടിയില്ലല്ലോ. അങ്ങോട്ട് വിടാം. അണ്ണന്റെ ഹാർലിനെടുത്ത് തരൂ. ഇത് എന്താണ് നമുക്ക് കൊമ്പനെ വന്നിട്ട് കൊമ്പനെ അടിക്കാം. ഇത് അവന്മാര് നല്ല രീതിയിൽ കളിപ്പാവുന്നുണ്ടെങ്കിൽ ഉറപ്പാണെന്ന് മെറ്റി അടിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ റൈറ്റ് ലൈൻ പിടിച്ചോണേ. നമ്മൾ വിശ്രേസ് കാണാൻ വരുമ്പോഴത്തേക്ക് ഇതുപോലെ പറയണ നമ്മൾ കണ്ടിട്ട് കയറി കഴിഞ്ഞാൽ അവസ്ഥ കണ്ടേ ഉള്ള വരുമ്പോ തന്നെ തൂക്ക് പറഞ്ഞിട്ട് അടിക്കും. നീ ഇങ്ങനെയൊക്കെ പറയാതിരുന്നാ മതി. പകുതി പ്രശ്നം തിരിഞ്ഞന്ദ്ര. ഞാൻ പറയണ്ടിരിക്കുക. അല്ല അണ്ണ എന്റെ സഭ്യമായിട്ടാണ് സംസാരിച്ചത്. എന്ത് മൂടില്ലായിരുന്നു അണ്ണ? നിന്നോട് ഞാൻ സംസാരിച്ചോ? അല്ല മിസ്റ്റർ എന്ത് മൂടിലാണ്? ഹാർലിനെ ഒക്കെ എടുത്തോണ്ട് ആര് എന്തിനും ഒന്നും ചോദിക്കില്ല. വണ്ടി മന്ദാരേ, ഹലോ മന്ദാരേ, അത് ചോദിച്ചായിരുന്നോ? കാര്യം എന്താന്ന് ചോദിച്ചായിരുന്നോ? അറിഞ്ഞൂടാന്ന് ചോദിച്ചിട്ട് പറയാൻ. ആ ഓക്കെ. ഇതൊക്കെ ആരോഗ്യത്തിന് ഹാനികരമായി സാധനമൊക്കെ. കേറിയേ അണ്ണ ഇതിൽ കിടന്നല്ലേ ഉറങ്ങണേ? ആവശ്യമില്ലാത്തതൊക്കെ വലിച്ചു കയറ്റിട്ട് ഇത് എങ്ങോട്ട് പോണ? മിസ്റ്റർ എവിടെ വിളിച്ച അണ്ണ? എന്നെ മറ്റേ മായനദിയിലുള്ള പോലെ വല്ല കടൽക്കാരെ കൊണ്ട് കൊല്ലാൻ പോവാ? അത് കഴിവുള്ളവരൊക്കെ അല്ലേ അങ്ങനെ കൊണ്ടുപോകല്ലോ. നിന്നെയൊക്കെ എങ്ങനെയാ 9393 മാർക്ക് ഇട്ടടാ. എന്റെ മാർക്ക് എന്താ ഇങ്ങനെ ബഗ് ആവണേ? ഈസ്ല GPS അടിച്ചിട്ട് ഇത് വരുന്നില്ല. 9393 അപ്പുറത്തെ മാപ്പിലാണ. എവിടെ? അറിഞ്ഞൂടെ? അതൊക്കെ ഡിഫോൾട്ട് ആണ്. നേരെ പോണ തിരിച്ചാ പോണ്ട. തിരിച്ചാ നമ്മുടെ ഗ്യാങ് ഹൗസിൽ വഴിയാ പോണ്ട. അണ്ണ ലെഫ്റ്റ് ചേർന്നോ? ഇവിടെ അല്ലേ കത്തണേ? കഴിഞ്ഞില്ല അത്. ഇതൊക്കെ ഞാൻ കാര്യം പറയട്ടെ. ഇവിടെ മിസ്റ്റർ എക്സ് എന്ത് പ്രശ്നമുണ്ട് അണ്ണ? ഇത്ര ഞാൻ അന്ന് ഈ ഒരു മിസ്റ്റർ എക്സ് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാണ് കുലുങ്ങല്? ഇവിടുന്ന് മേലോട്ടാ കാണിക്കണേ. അതുവഴി കയറി പോണോ? അത് ചില്ലിയടത്തോണ് അവിടെ. അതുവഴി കയറി പോണോന്ന്. ഹലോ കത്തിയാ അണ്ണാ? അതുവഴി കയറി പോകാൻ പറ്റും. കുറച്ച് റൂറലാണ്, കുറച്ച് അകത്തുകൂടിയാണ് പോണത് കേട്ടാ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ കാണിക്കണ വഴി? ഇതിനെന്താ പ്രശ്നം? ഈ മാപ്പ് നോക്കിപ്പോ എന്തെങ്ങനെ നേരെ പോ. ഇപ്പൊ നേരെ ഞാൻ ഓട്ടിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഫ്യൂൽ ഇല്ല. അത്ര വഴി റോഡിൽ പിടി തന്നെ പോ. അല്ലെങ്കിൽ വല്ല കൊരകന്റെ മറ്റേ ആനയുടെ പുറത്ത് നമുക്ക് എക്സ്പമ്പിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ പോരെ? അതുവഴി പോവാം. അതമ്മ പമ്പ് ചെയ്ത് ഫ്യൂൽ അടിച്ചിട്ട് പോവാം. ഈ മാപ്പ് ശരിക്കും ഗൂഗിൾ മാപ്പ് പോലെ അല്ലേ? സത്യം, ശരിക്കും ഗൂഗിൾ മാപ്പ് പോലെ തനിക്കുണം കാണിക്കാൻ തുടങ്ങി. ഇതെന്താ ഇങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ബിസിനസ് വെൽഫെയറിന്റെ അതിന് ബിസിനസ് ആക്കി. ഇറ്റ്സ് അവർ ബിസിനസ്.
അത് എൽഫെയർ അല്ല, അത് ഇതാക്കി GNR. ഏതാ കമ്പനി എടുത്തു GNR ആണ്, ഗൺസ് ആൻഡ് റോസസ്. കൺസ ഇല്ലാണ ബിസിനസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അത് അവരുടെ നമ്മൾ ടിവിയെ ബിച്ചസ് എന്ന് പറയുന്നത് പോലെ അവരുടെ ടാഗ് അല്ലേ? ആ, അത് ടാഗ് ടാഗ്ലൈൻ